ലോകത്തിൽ തന്നെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിന് ലഭിക്കുന്ന 3 ഹൈ പേയിങ് ജോബ്സുകളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ മൂന്നാമതായിട്ട് വന്നിരിക്കുന്നത് ഇലക്ട്രോണിക് ഡിസൈൻ ഓട്ടോമേഷൻ എഞ്ചിനീയർ ആണ്. ഈ ഒരു ലോകം എന്ന് പറയുന്നത് ഓട്ടോമേഷൻ്റെതാണ് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് മേഖലയിൽ എല്ലാം ഓട്ടോമേഷൻ എന്ന് പറയുന്നത് സർവ്വസാധാരണമായിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു EDA എഞ്ചിനീയർ അഥവാ ഇലക്ട്രോണിക് ഡിസൈൻ ഓട്ടോമേഷൻ എഞ്ചിനീയറുടെ സാലറി വളരെ ഹൈ ആയിരിക്കും. ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ രണ്ടാമതായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എംബഡഡ് സിസ്റ്റം എഞ്ചിനീയേഴ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾ ആണെങ്കിലും മെഡിക്കൽ ഡിവൈസ് ആണെങ്കിലും എല്ലായിടത്തും എംബഡഡ് സിസ്റ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും ഒരു ഒരു ബ്ലെൻഡ് ആണ് നമുക്ക് ഈ ഒരു മേഖലയെ പറയാൻ പറ്റും. ഹൈ പേയിങ് ആയിട്ടുള്ള ഒരു മേഖല തന്നെയാണ്. ഈ ലിസ്റ്റിൽ ഒന്നാമതായിട്ടുള്ളത് VLSI ഡിസൈൻ എഞ്ചിനീയർ അഥവാ വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ ഡിസൈൻ എഞ്ചിനീയേഴ്സ് ആണ്. അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഹാർട്ട് എന്ന് പറയുന്നത് ചിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ വലിയ രീതിയിൽ തൊഴിൽ സാധ്യതയുണ്ട്. ഇന്റൽ, ക്വാൽകോം, NVIDIA, AMD പോലുള്ള കമ്പനികളിൽ തൊഴിൽ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.